എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റിപ്പയർ വീഡിയോ ആണ്. സാധാരണ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും കാണാവുന്ന ഒരു എമർജൻസി ലൈറ്റ്. പണ്ട് പ്രവാസികളുള്ള വീടുകളിൽ പ്രത്യേകമായിട്ട് ഒരു ചുവപ്പ് എമർജൻസി ലൈറ്റ് ഉണ്ടാകും. പണ്ട് കാലം മുതലേ ആ എമർജൻസി ലൈറ്റിൽ ഒരു CF ലൈറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണ ട്യൂബ് ലൈറ്റ് ആയിട്ടാണ് വരിക. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് LED മാറിയിട്ടുണ്ട്. ഈ എമർജൻസി ലൈറ്റിന് പ്രധാനമായി 2 കംപ്ലൈൻറ്റാണ് ഉണ്ടാവുക. ഒന്ന്, ഈ ട്യൂബ് ലൈറ്റിലാണെങ്കിൽ ട്യൂബ് ലൈറ്റ് കംപ്ലൈൻ്റ് ആവുക, അല്ലെങ്കിൽ LED ഉള്ളാണെങ്കിൽ LED കംപ്ലൈൻ്റ് ആവുക. രണ്ടാമതായി വരുന്നത് കോമൺ ആയിട്ട് വരുന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്യാൻ ഒരു 300 രൂപ മുതൽ വരും. അഥവാ നമുക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യേണ്ടി വരും. അതിനൊരു 500 രൂപയുടെ പുറത്ത് ചിലവ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഭൂരിഭാഗം പേരും 2-3 വർഷങ്ങൾക്ക് ഉപയോഗത്തിന് ശേഷം ആ എമർജൻസി LED ലൈറ്റ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബ് ലൈറ്റുള്ള എമർജൻസി ഉപേക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ഞാൻ റിപ്പയർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ സ്ക്രാപ്പിൽ വന്ന, അതായത് പഴയ ഡെഡായ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള എമർജൻസി ലൈറ്റ്. ജീപ്പാസ് കമ്പനിയുടെ ആണ്. ഇത് കുറച്ച് കാലം ഉപയോഗിക്കാത്തതിന് ശേഷം ബാറ്ററി ഡൗൺ ആയി പോവുക ചെയ്തത്. നമുക്കിത് ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാറ്ററിയും മറ്റ് വോൾട്ടേജും കാര്യങ്ങളെല്ലാം നോക്കാം. ബാറ്ററി വർക്കിംഗ് ആണോ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ നോക്കാം. ഈ എമർജൻസിക്കകത്ത് 4 വോൾട്ട് 6 ആംപിയർ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബാറ്ററി തന്നെയാണ് കംപ്ലൈൻ്റ് എന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാനിത് അയക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ചാർജിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 വോൾട്ട് ബാറ്ററി ആയിട്ട് പോലും അതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് 1.6 വോൾട്ട് മാത്രമാണ്. എൻ്റെ കയ്യിൽ ടോട്ടലി ഡെഡായ ഒരു റെഡ്മി ഫോണിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു. ചാർജ് പോലും കയറാതെ ടോട്ടലി സ്വിച്ച് ഓഫ് ആയ ഫോണാണ്. അതിൻ്റെ ബാറ്ററി നോക്കിയപ്പോൾ 4.4 വോൾട്ട് 4 ആംപിയറാണ് കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഞാനെടുത്ത ബാറ്ററി റെഡ്മി ഫോണിൻ്റെ ഇൻറ്റേർണൽ ബാറ്ററിയാണ്. അപ്പോൾ അതിനകത്ത് ഇൻറ്റേർണൽ ബാറ്ററിയുടെ സർക്യൂട്ട് ഉണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും എടുത്തിട്ട് പൊളാരിറ്റി തെറ്റാതെ ഈ എമർജൻസി ലൈറ്റിൻ്റെ മുൻപ് ബാറ്ററി കണക്ട് ചെയ്ത കണക്ഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കൃത്യമായി ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനുകൾ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ ചെറിയ ബാറ്ററി ആയതിനാൽ ഇളകാതിരിക്കാൻ വേണ്ടി മാസ്കിംഗ് ടേപ്പും വേറെ കുറച്ച് ഗമ്മും ഉപയോഗിച്ച് ബാറ്ററി അനങ്ങാത്ത വിധത്തിൽ ഞാൻ ഈ കേസിനുള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി കേസ് അടച്ച് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എമർജൻസി ലൈറ്റിൽ ഗ്രീൻ LED തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കത്തിച്ച് നോക്കാം. പഴയ ബാറ്ററി ഉള്ളതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രകാശം ലഭിക്കുന്നുണ്ട്. ഞാനിത് 1-2 തവണ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്ത് നോക്കി. പ്രകാശം പഴയതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എമർജൻസി ലൈറ്റിൻ്റെ ബാറ്ററിക്ക് സിമിലറായ വോൾട്ടേജുള്ള മൊബൈൽ ഫോൺ ബാറ്ററി വെച്ച് റീപ്ലേസ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്.
ഇതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണമായിട്ടായി വോൾട്ടേജ്, മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ എമർജൻസി ലൈറ്റിൻ്റെ ബാറ്ററിയും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ബാറ്ററി പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഞാനിത് ചെയ്തിരിക്കുന്നത് പതിയെ ബാറ്ററി റിമൂവ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കി ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് 2-3 ദിവസം അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ഉള്ളവർക്ക് ഇതുപോലെ കറക്റ്റ് സിമിലർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ ബാറ്ററി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്. സേഫ്റ്റി മെഷേഴ്സ് എടുത്തുകൊണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഉണ്ട്.